നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാവ് വാവ് വാട്ട് എ സ്റ്റണ്ണിങ് ക്യാച്ചാണ് ഗ്ലെൻ ഫിലിപ്സ് എടുത്തത്. പറക്കും ഫിലിപ്സിൻ്റെ ആ കിടിലൻ ക്യാച്ചിലാണ് കിങ് കോഹ്ലിക്ക് മടങ്ങേണ്ടി വന്നത്. കോഹ്ലി പോലും ഞെട്ടിത്തെറിച്ചു നിന്നു ആ ക്യാച്ച് കണ്ടിട്ട്. സ്റ്റേഡിയത്തിൽ കളി കാണുന്നവർ തലയിൽ കൈവെക്കുന്നു, തലയിൽ ഇടിക്കുന്നു. ഗ്ലെൻ ഫിലിപ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ക്യാച്ചുകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. പറക്കും ഗ്ലെൻ. അദ്ദേഹം ഇപ്പോൾ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ മുഹമ്മദ് റിസ്വാനെ പുറത്താക്കാൻ പാകിസ്ഥാനെതിരെ എടുത്ത ക്യാച്ച് ഓർമ്മയില്ലേ? ഏതാണ്ട് അതുപോലൊരു സ്റ്റണ്ണിങ് ക്യാച്ചാണ് കോഹ്ലിയെ പുറത്താക്കാൻ എടുത്തത്. മാറ്റ് ഹെൻറിയുടെ പന്ത് ഓഫ് സ്റ്റമ്പിന് വെളിയിൽ പിച്ച് ചെയ്തുകൊണ്ട് ഒരു ഗുഡ് ലെങ്ത് ബോൾ വരുന്നു. കോഹ്ലി അത് ഓഫ് സൈഡിലേക്ക് ട്രാഷ് ചെയ്യാനുള്ള ശ്രമമാണ്. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ബാക്ക്വേർഡ് പോയിന്റിൽ നിന്നുകൊണ്ട് കിടിലൻ ഒരു ക്യാച്ച് ഞെട്ടിക്കുന്ന തരത്തിൽ എടുത്തു കളഞ്ഞു മാറ്റ് ഹെൻറിയുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ്. അവിടെയാണ് കിങ് കോഹ്ലി മടങ്ങിപ്പോയത്. 300ാം ഏകദിന മത്സരം കളിക്കുന്ന കോഹ്ലിക്ക് 11 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 14 പന്തിൽ 2 ഫോറുകളുടെ സഹായത്തോടെ 11 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി. ഇന്ത്യയുടെ മുൻനിരയെ കിവീസ് തകർക്കുന്ന കാഴ്ച. ഈ കളിയിൽ ടോസ് ലഭിച്ചത് ന്യൂസിലാൻഡിനാണ്. ഇന്ത്യക്കിപ്പോൾ തുടർച്ചയായിട്ട് ടോസുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ. ന്യൂസിലാൻഡിന് ടോസ് ലഭിക്കുന്നു. ഗില്ലിനെ മാറ്റ് ഹെൻറി LBWയിൽ കുരുക്കുന്നു. വളരെ റയറായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഏകദിനത്തിൽ ഫെയിൽ ആവാറുള്ളത്. അത് സംഭവിച്ചു. 7 പന്തിൽ നിന്നിട്ട് 2 റൺസാണ് ഗില്ലെടുത്തത്. രോഹിത് KL ജാമീസിൻ്റെ പന്തിൽ ഒരു മിസ് ടൈം എടുപ്പോൾ ഷോട്ട് വരുന്നു. അത് കൃത്യമായിട്ട് വില്യങ്ങ് ക്യാച്ച് എടുക്കുന്നു. 17 പന്തിൽ നിന്ന് 15 റൺസ് എടുത്ത് ഒരു 4ഉം ഒരു 6ഉം ഒക്കെ അടിച്ച് അദ്ദേഹം മടങ്ങുന്നു. സോ രോഹിത് 15, ഗില്ല് 2, കോഹ്ലി 11. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ അവരുടെ പേസ് പട തകർക്കുകയായിരുന്നു. കോഹ്ലി പോകുമ്പോൾ 30 റൺസിന് 3 വിക്കറ്റ് എന്ന രൂപത്തിലായിരുന്നു. മാറ്റ് ഹെൻറി 2 വിക്കറ്റും KL ജാമീസൺ ഓരോ വിക്കറ്റും എടുക്കുന്ന കാഴ്ച കണ്ടു. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 13 ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 44 റൺസുമായിട്ടാണ് നിൽക്കുന്നത്. ശ്രേയസ് അയ്യരും അക്സർ പട്ടേലുമാണ് ക്രീസിൽ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.